ഞാൻ ആദ്യമേ പറയാം, ഇതൊരു സിനിമയുടെ റിവ്യൂ അല്ല. പൊതുവെ സിനിമകളെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. സിനിമകൾ അധികം കാണാറുമില്ല. സിനിമകളെ പറ്റി സംസാരിക്കണോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണോ എന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ എമ്പുരാൻ എന്ന സിനിമയെ പറ്റി സംസാരിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കില്ലായിരുന്നു. പക്ഷേ ആ സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ സിനിമയിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്നതായിട്ടുള്ളതും അതുപോലെ നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സിനിമ എന്ന സംഭവം അല്ലെങ്കിൽ ഈ എമ്പുരാനെ കുറിച്ചുള്ള ഈ വിഷയം ഇന്നിവിടെ ടോപ്പിക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത്. പലരും പറയുന്നുണ്ട്, ഒരു സിനിമയായി കണ്ടാൽ പോരെ, എന്തിനാണ് അതിന് വേറൊരു തലം അതിന് കൊടുക്കുന്നത് എന്നൊക്കെ. ധാരാളമായി പല നിരൂപകരും അല്ലെങ്കിൽ പല പൊളിറ്റീഷ്യൻസും പല വ്യക്തികളും ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള പല വ്യക്തികളും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അല്ല, കുറച്ച് പേര് സിനിമയായി കണ്ടാൽ പോരെ. ശരിയാണ്, സിനിമയായി കണ്ടാൽ മതി. പക്ഷേ ഇത് പറയുന്ന ഈ വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ ഐഡിയയുടെ ബേസ് എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ആർട്ടാണ്. അപ്പോൾ ഒരു ആർട്ടിനെ ആർട്ടായി കണ്ടാൽ പോരെ എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഇവർ പറയുന്നത് സിനിമയായി കണ്ടാൽ പോരെ എന്ന്. ശരിയാണ്, ഒരു പരിധി വരെ. പക്ഷേ കുറച്ചുകൂടി ബ്രോഡറായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയെ നമുക്ക് ഒരു ആർട്ടായി മാത്രം കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം, സിനിമ സംഭവിക്കുന്നത് സമൂഹത്തിലാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്നതും മനുഷ്യരാണ്. സിനിമ സ്വാധീനിക്കുന്നതും മനുഷ്യരെയാണ്. അതുകൊണ്ട് സിനിമയെ കേവലം ഒരു ആർട്ടായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒരു സോഷ്യൽ സബ്ജക്റ്റ് കൂടിയാണ്. മൂവി ഈസ് നോട്ട് ഓൺലി ആൻ ആർട്ട്, ബട്ട് അതൊരു സോഷ്യൽ സബ്ജക്റ്റ് കൂടിയാണ്. ഓക്കെ, ഇറ്റ്സ് ആൾസോ എ സോഷ്യൽ സബ്ജക്റ്റ്. കാരണം അത് സാമൂഹികമായിട്ടുള്ള സാഹചര്യത്തിൽ നിർമ്മിക്കപ്പെടുകയും അതുപോലെ സമൂഹത്തിലുള്ള പല വ്യക്തികളെയും അല്ലെങ്കിൽ വ്യക്തികളാലും സ്വാധീനിക്കപ്പെട്ടതൊക്കെയാണ്. പല വ്യക്തികളെ സ്വാധീനിക്കാം, പല വ്യക്തികളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടാവാം ആ ഒരു പ്ലോട്ട് തന്നെ, ആ സിനിമയുടെ പ്ലോട്ട് തന്നെ ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ട് സിനിമ ഇറ്റ്സ് നോട്ട് ഓൺലി ആൻ ആർട്ട് ബട്ട് ആൾസോ ഇറ്റ് ഈസ് എ സോഷ്യൽ സബ്ജക്റ്റ്. അതുകൊണ്ട് സിനിമയെ സിനിമയായി കാണണം, അല്ലെങ്കിൽ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഇനി ഈ പ്രസ്തുതമായ സിനിമയിലേക്ക് വരാം. എമ്പുരാൻ എന്ന സിനിമ ഇതൊരു പൊളിറ്റിക്കൽ പ്രോപ്പഗൻഡ മൂവി തന്നെയാണ്. ആ മൂവിക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ മൂവി സംസാരിച്ച അല്ലെങ്കിൽ ആ മൂവി മേക്ക് ചെയ്ത വ്യക്തിക്കും പൊളിറ്റിക്സ് ഉണ്ട്. ആ മൂവി മേക്ക് ചെയ്ത വ്യക്തിയുടെ പൊളിറ്റിക്സ് നമ്മൾ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ നമുക്കത് പറയാൻ കൃത്യമായിട്ടുള്ള സിഗ്നൽ അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്. കാരണം CAA വിഷയത്തിൽ അതുപോലെ സേവ് ലക്ഷദ്വീപ് വിഷയത്തിലെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ മുനമ്പം വക്കഫ് ഇഷ്യൂ, അതുപോലെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വിഷയം ഇതിലൊന്നും ഇദ്ദേഹത്തിൻ്റെ സംസാരമോ ഒന്നും നമ്മൾ കണ്ടില്ല. മൗനിയായിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർക്കും ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും അവരവരുടെ രാഷ്ട്രീയം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. അവിടം വരെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവിടം വരെ ഞാൻ ഓക്കെയാണ്. ഇനി നമുക്ക് ഈ സിനിമയിലേക്ക് വരാം. 2002 ഗുജറാത്ത് കലാപം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ സിനിമ തുടങ്ങുന്നത് മാത്രമല്ല, ഈ സിനിമയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു പ്ലോട്ട് തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അതിശക്തമായ മുസ്ലിം വിരുദ്ധ കലാപം. ഹിന്ദുക്കൾ മൃഗീയമായി അല്ലെങ്കിൽ മൃഗതുല്യരായ ഹിന്ദുക്കൾ ക്രൂരമായി മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത്, അവരെ കൊല്ലുന്നത്, ചുട്ടുകൊല്ലുന്നത്, അവരുടെ വീടുകൾ ആക്രമിക്കുന്നത്, വീടുകൾ കത്തിക്കുന്നത്, ഇതൊക്കെയാണ് ആ സിനിമയിലുടനീളം ആദ്യ സമയത്ത് കാണിക്കുന്നത്. കാരണം ഈ സിനിമയുടെ പ്ലോട്ടിനെ ന്യായീകരിക്കാനായിട്ടുള്ള ഇവരെടുത്തിട്ടുള്ള ആ ഒരു രീതിയാണിത്. ഓക്കെ, അതിനിടയിൽ ഈ അക്രമങ്ങളെല്ലാം കാണിക്കുന്നതിനിടയിൽ അവരൊരു സംഭവം കാണിക്കുന്നുണ്ട്. 2 ബോഗികൾ അല്ലെങ്കിൽ ഒരു ബോഗി, ട്രെയിനിൻ്റെ ഒരു ബോഗി എടുത്ത് കത്തുന്നതായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആൾക്കാർ അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ, നിഷ്കളങ്കരായ പ്രേക്ഷകർ എന്താ വിചാരിക്കുക? കാരണം മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന മൃഗീയ തുല്യരായ ഹിന്ദുക്കളായ കലാപകാരികൾ അവർ സ്വാഭാവികമായും കലാപം നടത്തുന്നു. അതിനിടയിൽ അവിടെ വന്ന ട്രെയിൻ അവരങ്ങ് കത്തിച്ചു.
അങ്ങനെയാണ് വിചാരിക്കുക. കാരണം അവരെ തെറ്റ് പറയല്ല. കാരണം പ്രത്യേകിച്ച് 2000-ന് ശേഷം ജനിച്ചവർക്കൊന്നും ഗുജറാത്ത് കലാപം എന്താണ്, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാവാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഇവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെടാം. ആ കലാപകാരികൾ തന്നെ ആവാം ആ ട്രെയിൻ കത്തിച്ചത് എന്ന ആ കാര്യം അവർ വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും മിക്കവരും വിശ്വസിച്ചിട്ടുണ്ടാവുക. എന്താണ് ഗുജറാത്ത് കലാപം, അല്ലെങ്കിൽ 2002 റയറ്റ്സ്, അല്ലെങ്കിൽ ഗുജറാത്ത് വംശഹത്യ, അതിന് ഉണ്ടാവാനുണ്ടായ സാഹചര്യം അത് എന്താണ്? അത് ഞാൻ ഒരു 1-2 സെൻറ്റൻസിനായി ഇത് പറഞ്ഞു പോകാം. അത് പറഞ്ഞു പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതിനെ, അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്ത് കലാപം അത് വെറുതെ അങ്ങ് ഒരു വിഭാഗത്തെ കൊല ചെയ്യാനായിട്ട് പ്രീ പ്ലാൻഡായി അത് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അതൊരു പ്രീ പ്ലാൻഡ് കലാപമാണെന്നുള്ള തെറ്റിദ്ധാരണ അറിവില്ലാത്തവർക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു 2 സെൻറ്റൻസിൽ ഇത് പറയാം. എന്താണ് ഗോദ്ര തീവണ്ടി കത്തിക്കൽ കേസ്? സാധാരണയായി നോർത്ത് ഇന്ത്യയിൽ നിന്ന്, സൗത്ത് ഇന്ത്യയിൽ നിന്നും പോകാറുണ്ട്, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളമായി തീർത്ഥാടകരും കർഷകരും എല്ലാം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ അയോധ്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും അയോധ്യയിലേക്ക് പോകാറുണ്ട്. ഗുജറാത്തിൽ നിന്നും ധാരാളം പേര് പോകാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോയി. അതിൽ കൂടുതലും കർഷകരാണ്, പിന്നെ ഭക്തരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ തിരിച്ചു വരുന്ന സമയത്ത് തീവണ്ടി ഗുജറാത്തിലേക്ക് കയറി. ഗുജറാത്തിൽ ആ ട്രെയിനിൻ്റെ പേര് സബർമതി എക്സ്പ്രസ് എന്നാണ്. അതായത് അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വന്ന സബർമതി എക്സ്പ്രസ് അത് ഗുജറാത്തിലേക്ക് കയറി പഞ്ചമഹൽ ഡിസ്ട്രിക്റ്റിലെത്തി. അവിടുത്തെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള, അതായത് കളക്ടറേറ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ഗോദ്ര എന്ന പട്ടണത്തിലെത്തി. ആ പട്ടണത്തിൽ ആ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. ആ ട്രെയിൻ അവിടെ നിന്നു. ഓക്കെ, ആ ട്രെയിൻ അവിടെ നിന്നു. അതിൻ്റെ മെല്ലെ ആ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയി ആരോ ആ ട്രെയിൻ ചെയിൻ വലിച്ചു നിർത്തി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ട്രെയിൻ വലിച്ചു നിർത്തിയ ആ സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ ചേരി പ്രദേശമാണ്. സിഗ്നൽ ഫാലിയ എന്നാണ് ആ ഒരു ചേരി പ്രദേശത്തിൻ്റെ പേര്. അതായത് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു അങ്ങേയറ്റം വൃത്തിഹീനമായി സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിങ്ങൾ മാത്രം വസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് ഈ പറയുന്ന സിഗ്നൽ ഫാലിയ. കൃത്യം അവിടെ എത്തിയപ്പോൾ ആരോ ഈ ട്രെയിനിൻ്റെ ചെയിൻ വലിച്ചു നിർത്തുകയും പ്രീ പ്ലാൻഡ് ആയ പോലെ കുറച്ച് ആളുകൾ, ഒരു 200ഓളം വരുന്നൊരു ക്രൗഡ്, മുസ്ലിം ക്രൗഡ്, ഇവർ ഈ ട്രെയിനിലേക്ക്, അല്ലെങ്കിൽ ട്രെയിൻ ചുറ്റും വളയുകയും, പ്രത്യേകിച്ച് S6 X7, കാരണം ഈ 2 ബോഗികളിലാണ് കർഷകർ ട്രെയിനിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പ്രീ പ്ലാൻഡ് ആയ പോലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു 200ഓളം വരുന്ന മോബ് ഈ ട്രെയിൻ വളയുകയും ഈ ഈ 2 ബോഗികൾ തീ വെച്ച് കത്തിക്കാനുണ്ടായത്. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തുണി മണ്ണെണ്ണയിൽ മുക്കി അത് തീ കൊളുത്തി ഈ 2 ബോഗികളിലേക്ക് എറിഞ്ഞു. അങ്ങനെ കുറേ അങ്ങനെ എറിഞ്ഞപ്പോൾ ഈ 2 ബോഗികൾ നിന്ന് കത്താൻ തുടങ്ങി. അന്നവിടെ മരിച്ചത് 60 ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ആ നിമിഷം അവിടെ ചുട്ടരിച്ച് കൊല്ലപ്പെട്ടത്. പക്ഷെ അവിടെ ഒരു സംഭവം നടന്നു. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായത്, അവിടെ സ്ത്രീകൾ അതിൽ കൊല്ലപ്പെട്ടു, കുട്ടികൾ കൊല്ലപ്പെട്ടു, അതുപോലെ പുരുഷന്മാർ കൊല്ലപ്പെട്ടു, സ്വാഭാവികം. പക്ഷെ അവിടെ ഗർഭിണികൾ ആരും കൊല്ലപ്പെട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഗർഭിണികൾ പൊതുവെ ദൂരയാത്ര ചെയ്യാത്തത് കൊണ്ട് ഗർഭിണികളെ അവരാരും അയോധ്യയിലേക്കൊന്നും കൊണ്ടുപോയിരുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ധാരാളം ഗർഭിണികളും ഇതിൽ കൊല്ലപ്പെട്ടേ. അതാണ് ഗോദ്ര തീവണ്ടി കത്തിക്കൽ കേസ്. ഇതിലെ 10 പേർക്ക് വധശിക്ഷ ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു. പക്ഷെ അവർ അപ്പീലിന് പോയതുകൊണ്ട് അവരുടെ ശിക്ഷ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സബ് ജുഡീസാണ് കേസ്. ഓക്കെ, ഇതാണ് ഗോദ്ര തീവണ്ടി കത്തിക്കൽ കേസ്. ഇതിന് ഇങ്ങനൊരു സംഭവം, അതായത് ഇത്തരം മുസ്ലിങ്ങൾ ഒരു കൂട്ടം ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം റൈവൽറി ആ ഒരു സംഭവത്തോട് കൂടി ഉണ്ടായിക്കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ റിപ്പർക്കഷൻ എന്ന് പറയുന്നത് പോലെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ എന്നതുപോലെ സംഭവിച്ച കാര്യമാണ് നിങ്ങൾ ഈ സിനിമയിൽ കണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന 2002 ഗുജറാത്ത് വംശഹത്യ എന്നറിയപ്പെടുന്ന ഗുജറാത്ത് റയറ്റ്സ്. അതല്ലാണ്ട് ഒരു പ്രീ പ്ലാൻ ചെയ്ത് മുസ്ലിങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ നരോദയ പാട്യ, അതുപോലെ ബെസ്റ്റ് ബേക്കറി, സൂററ്റ്, ഇവിടെയൊക്കെ വന്നിട്ട് മനഃപൂർവ്വം മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പ്രീ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ കലാപമോ അല്ലാതെ അതൊരു വിഷയം, ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് തിരിച്ചടി എന്ന പോലെ, അല്ലെങ്കിൽ റിപ്പർക്കഷൻ എന്ന പോലെ
ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ എന്ന പോലെ ഒരു സ്വാഭാവികമായി നാച്ചുറലായി സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ കലാപത്തെ ന്യായീകരിക്കുകയല്ല, കലാപം നടക്കാണ്ടായ സാഹചര്യത്തെ ന്യായീകരിക്കുകയല്ല. പക്ഷെ അങ്ങനെയാണ് ആ സിനിമയിൽ ഉണ്ടായത്. ഇനി ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ നായകൻ ഈ ഗുജറാത്ത് പ്ലോട്ടിൻ്റെ, അതായത് ഈ കലാപത്തിൻ്റെ പ്ലോട്ടിൽ ഈ നായകൻ പ്രതികാരം ചോദിക്കാൻ വരുന്നതാണല്ലോ ഈ സിനിമയിലെ ബേസ്. അതായത് ഗുജറാത്ത് കലാപത്തിൽ ഈ നായകൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ കൊല്ലപ്പെട്ടതിന് ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നതാണ് ഈ സിനിമ. അതിൽ ഗുരുതരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഇരവാദത്തെ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു കൺസേൺ ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ സ്വാഭാവികമായും തീവ്രവാദത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ തീവ്രവാദത്തിന് അനുകൂലമായി തീവ്രവാദികൾ, മുസ്ലിം ടെററിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇരവാദമാണ്, വിക്ടിംഹുഡ്, ഇരവാദം. ആ ഇരവാദത്തെ ഇവിടെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്ലോട്ട്, ടെററിസ്റ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്ലോട്ട് നറേറ്റീവ് ഈ സിനിമയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമ കാണുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ, നമ്മളെല്ലാ സഹോദരന്മാരാണ്, അല്ലാതെ നമുക്ക് ആരോടും വൈരാഗ്യമോ വ്യക്തിവൈരാഗ്യമോ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇത് കാണുന്നൊരു മുസ്ലിം സഹോദരൻ എന്താ വിചാരിക്കുക, ഇത് നാളെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പ്രതികാരം ചെയ്യണ്ടേ? അങ്ങനെ ചിന്താഗതി ഈ സിനിമ കാണുന്ന ഒരു മുസ്ലിം സഹോദരന് വരില്ല എന്ന് ഉറപ്പുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ കൃത്യമായി സോഷ്യൽ ഫാബ്രിക്കിനെയും നാഷണൽ സെക്യൂരിറ്റിയെയും അത് ഭീകരമായി ബാധിക്കുന്ന ഒരു സിനിമയാണ്. ഇത് തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ സിനിമയിലൂടെ ഇവർ വരുത്തി വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ കുറച്ച് പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതായത് നമ്മൾ 2002 കുറച്ച് നാൾ പിന്നോട്ടൊന്ന് നടന്നു നോക്കി. അതായത് ഒരു 1990, അതായത് ഞാൻ ജനിക്കുന്നതിന് ഒരു 3 കൊല്ലം മുമ്പ് കാശ്മീർ വാലിയിൽ ഒരു സംഭവം നടന്നു. അവിടെ JKLF എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്. ആ ഒരു സംഘടനയും ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറഞ്ഞ സംഘടനയും കൂടി പ്രീ പ്ലാൻ ചെയ്ത് ഒരു ഹിന്ദു വിരുദ്ധ കലാപം അഴിച്ചു വിട്ടു കാശ്മീർ വാലിയിൽ. അതായത് ശ്രീനഗർ ഒക്കെ ഉൾപ്പെടെയുള്ള കാശ്മീർ വാലിയിൽ അന്ന് ഈ JKLFും ഹിസ്ബുൾ മുജാഹിദീനും കൂടി ഒരു ഹിന്ദു വിരുദ്ധ കലാപം അഴിച്ചു വിട്ടു. ധാരാളം ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ധാരാളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. അവിടെ അന്നത്തെ കണക്ക് പ്രകാരം 30,000 ഹിന്ദുക്കളാണ് അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ടത് ഈ പറയുന്ന ആൻറ്റി ഹിന്ദു റൈറ്റ്സിൽ. അത് മാത്രമല്ല, ഇവർക്ക് സഹായം ലഭിച്ചത് ഇന്നത്തെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ കാശ്മീരിൻ്റെ ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീവ്രവാദ സംഘടനകളും അതുപോലെ പാകിസ്ഥാൻ ആർമിയുമാണ് ഈ JKLFിനെയും ഹിസ്ബുൾ മുജാഹിദിനെയും ഇത് ചെയ്യാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇതിൽ ഹിസ്ബുൾ മുജാഹിദീൻ വച്ച് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിപ്പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെടാൻ തയ്യാറാവുക. ഈ 3 ഓപ്ഷൻസിൽ ഇവർ പറഞ്ഞ 3 ഓപ്ഷൻസിൽ ഓടിപ്പോവുക എന്നുള്ള ഓപ്ഷൻസാണ് അവിടുത്തെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം പേരും ചെയ്തത്. ഇല്ലെങ്കിൽ അവർ കൊല ചെയ്യപ്പെടുമായിരുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുമായിരുന്നു, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അതാണ് പിൽക്കാലത്ത് എക്സോഡസ് ഓഫ് ഹിന്ദുസ് അല്ലെങ്കിൽ എക്സോഡസ് ഓഫ് കാശ്മീരി പണ്ഡിറ്റ്സ് എന്നറിയപ്പെടുന്ന ആ സംഭവമായിട്ട് മാറിയത്. അന്ന് 3 ലക്ഷത്തോളം കാശ്മീരി ഹിന്ദുക്കളാണ് വാലിയിൽ നിന്നും ഇന്ത്യയിലെ മറ്റു പല ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. നമുക്കിപ്പോഴും നോക്കിയാൽ അറിയാം, കാൺപൂർ, ലക്നൗ, അതേപോലെ ഡൽഹിയിലെ തെരുവുകൾ, ചണ്ഡീഗഡ്, ജമ്മു ഇവിടങ്ങളിലെല്ലാം ടെൻറ്റുകൾ കെട്ടി ഒരു നീതിയും ലഭിക്കാതെ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് ആരും നീതി കൊടുക്കുന്നില്ല, നീതി കൊടുത്തിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകളെ വാലി പുനരധിവസിപ്പിക്കാനുള്ള സ്റ്റെപ്സ് എടുത്ത് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇരവാദം അവർക്കും ബാധകമാണ്. പക്ഷേ ഒരിക്കലും ഒരു കാശ്മീരി പണ്ഡിറ്റും ഇതിൻ്റെ പേരിൽ വാളെടുക്കുകയോ കത്തിയെടുക്കുകയോ ബോംബ് എടുക്കുകയോ ഗ്രനേഡ് എടുക്കുകയോ ചെയ്യുന്നില്ല. ഇനി അടുത്തത് കുറച്ചും കൂടി നമുക്കൊന്ന് പിന്നോട്ട് പോകാം. കുറച്ചും കൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ 1984 ഒരു സംഭവം നടന്നു. അതും ഡൽഹിയിലാണ്. ഡൽഹിയിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളിലും നടന്നു. അത് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ നടന്നത്. നമ്മുടെ സിഖ് സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇന്ദിരാഗാന്ധിയെ, ശരിയാണ്, ഇന്ദിരാഗാന്ധിയെ കൊന്നത് അല്ലെങ്കിൽ കൊന്നത് ഒരു സിഖുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രൂരമായ സിഖ് വേട്ടയാണ് ഇന്ത്യയിലുടനീളം നടന്നത്. കല്ലെറിഞ്ഞ് കൊല്ലുക, വീടുകൾ ആക്രമിക്കുക, പരിക്കേൽപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നു. അതിൽ മൊത്തം ഒരു ഏകദേശ കണക്കനുസരിച്ച് 15,000 സിഖുകാരാണ് അന്ന് ഇന്ത്യയിലുടനീളം കൊല്ലപ്പെട്ടത്.
അന്ന് ഡൽഹിയിൽ മാത്രം 3000-ലേറെ സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നീതി കിട്ടിയിട്ടില്ല. കാരണം ഈ അടുത്താണ്, ഈ 2025-ലാണ് സജ്ജൻ കുമാർ എന്ന് പറഞ്ഞ ആ ഒരു നേതാവിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പക്ഷേ നീതി കിട്ടാത്ത ധാരാളം പേര് അവിടെയുണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇരയായി എന്നതിൻ്റെ പേരിൽ സിഖുകാരും കലാപക്കൊടി ഉയർത്തിയിട്ടില്ല. അവരും ഗ്രനേഡോ ബോംബോ കത്തിയോ കയ്യിലെടുത്തിട്ടില്ല. ഈ പറയുന്ന ഗുജറാത്ത് കൂട്ടക്കൊലയിൽ ആകെ കൊല്ലപ്പെട്ടത്, അതായത് ഈ ഗുജറാത്ത് വംശഹത്യ എന്ന് പറഞ്ഞ സംഭവത്തിൽ ആകെ കൊല്ലപ്പെട്ടത് വെറും 1000-ൽ താഴെ മുസ്ലിങ്ങൾ മാത്രമാണ്. ഞാൻ കണക്കെടുത്ത് ഇതിനെ സൂചിക്കുക അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുകയല്ല, കലാപത്തെ എൻഡോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കലാപത്തെ കുറച്ച് കാണുകയല്ല. പക്ഷെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്ലോട്ടാണ് ഈ സിനിമയിലൂടെ ഇവർ തരാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ സമുദായത്തെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിന്റെ സമുദായത്തെ കൊല്ലണമെന്നാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഇസ്ലാം സഹോദരന് ഇത് കണ്ടാൽ എന്താണ് തോന്നുക? എൻ്റെ സമുദായത്തെ ഒരാൾ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചാക്രമിക്കണം, ഈ സിനിമ അതാണ് പറയുന്നത്, ഇതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതി ഒരാൾക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ അപകടമാണ്. ഈ സിനിമ തരുന്ന സന്ദേശം ഒരു ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നതിനുള്ള ഒരു പ്ലോട്ട് സൃഷ്ടിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനുള്ള ഒരു നറേറ്റീവ്, ഒരു ഇരവാദം ഉയർത്തുന്ന, തീവ്രവാദികൾ പറയുന്ന അതേ ഇരവാദമാണ് ഈ സിനിമയിലും പറയുന്നത്. പിന്നെ അടുത്തൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഈ സിനിമയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിൽ മുല്ലപ്പെരിയാർ എന്ന പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് 2025-ആണ്. ഏത് ഡാമിനെ പറ്റിയാണ്, എന്ത് സാഹചര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ വീടിന് ലോക്കില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരോടോ പറയണോ നമുക്ക് നമ്മുടെ വീടിന് ലോക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണോ? അതുകൊണ്ട് അത് ഗുരുതരമായ തെറ്റ്, അല്ലെങ്കിൽ ഇവർക്ക് അബദ്ധത്തിൽ പറ്റിയ ഒരു തെറ്റാണെന്ന് തോന്നുന്നു. കാരണം ഒരു 10-20 ലക്ഷം പേരെ ഒരു ബോംബിൽ അല്ലെങ്കിൽ ഒരു ഗ്രനേഡിൽ അല്ലെങ്കിൽ ചെറിയൊരു ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ കഴിയുന്ന അത് ഭീകരമായ ബോംബാണ് മുല്ലപ്പെരിയാർ. അപ്പം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നൊരു സന്ദേശം നമ്മുടെ ശത്രുക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഈ സിനിമയെ പറ്റിയൊരു വിഡിത്തമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു അബദ്ധമാണ്, ഈ സിനിമാക്കാർക്ക് ഒരു അബദ്ധമാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഗുരുതരമായ വിഷയമാണ് ഈ സിനിമയെ പറ്റിയിട്ട് ഉള്ളത്. ഇനി ആ ഒരു കാര്യം പറയാം, ഇതൊരു അഭ്യർത്ഥനയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാം മാക്സിമം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമാണ് ഇത്തരം ഒരു ഹിപ്പോക്രസി ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു പ്രോത്സാഹനമാവുള്ളൂ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അങ്ങനെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.